നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. വയനാട് ഉരുൾപൊട്ടൽ ദുരിതത്തിന്റെ 9ാം നാളിലും കാണാതായവർക്കുള്ള തെരച്ചിൽ തുടരുകയാണ്. മുണ്ടക്കൈ, സൂചിപ്പാറയിലെ സൺറൈസ് വാലി, സൂചിപ്പാറ വെള്ളച്ചാട്ടം, കാന്തൻപാറ തുടങ്ങിയ ഇടങ്ങളിലാണ് തെരച്ചിൽ നടക്കുന്നത്. വ്യോമസേന ഹെലികോപ്റ്ററിൽ വിവിധ സേനാ വിഭാഗങ്ങളാണ് പരിശോധന നടത്തുന്നത്. മൃതദേഹം കണ്ടുപിടിക്കാൻ വൈദഗ്ധ്യം നേടിയ നായ്ക്കളെയും തെരച്ചിലിന് ഉപയോഗിക്കുന്നുണ്ട്. സൂചിപ്പാറ മുതലുള്ള 6 കിലോമീറ്റർ ദൂരത്തിലാണ് പരിശോധന. ഏകദേശം ഒരു 10-20 വീടുകൾ ഇത് ഉണ്ട് ഇവിടെ. ഈ ഭാഗത്ത് തന്നെ ഈ ഭാഗത്തുണ്ട്. അതിൽ എത്ര പേർ, നിങ്ങൾ ഈ ദുരന്തത്തിന് ശേഷം എത്ര പേരെ ജീവനോടെ കണ്ടിട്ടുണ്ട്? ജീവനോടെ ഏകദേശം ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. കണക്ക് ഇല്ല ആക്ച്വലി. പക്ഷെ ഇവിടെ ഈ വീട്ടിലെല്ലാ ആൾക്കാർ കുറച്ച് ഒരുപാട് ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. ഈ വീട്ടിലെ 4 പേരും മരണപ്പെട്ടു. ഈ വീട്ടിലെ ഒരാൾ മരണപ്പെട്ടു. മുകളില് നമ്മളെ മുഹമ്മദ്, കൂളിയോടെ മുഹമ്മദ്, അവരുടെ കുടുംബം, പിന്നെ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു. അതിൽ ഒരു മകനും ഒരു മകളും മാത്രമാണുള്ളത്. ഇവിടെ കംപ്ലീറ്റ് വീടായിരുന്നു. അങ്ങനെ ഇതിങ്ങനെ റോഡാണ്. ഈ റോഡിന്റെ ഇങ്ങേ വശം ഫുള്ള് വീടാ, മുകളിൽ നിന്ന് താഴെ വരെ വീടാ. ഈ വീട്ടിലുള്ളവർ കംപ്ലീറ്റ് പോയി. മുകളിലൊരു കോളനി ഉണ്ട്. അപ്പോൾ കോളനിക്കാരെ തിങ്കളാഴ്ച രാവിലെ വന്നിട്ട് പഞ്ചായത്തിൽ നിന്ന് മെമ്പർ ഇവരൊക്കെ വന്നിട്ട് മാറ്റി. അവർ ഞായറാഴ്ച മാറ്റി ചൂരമല സ്കൂളിലേക്ക്. അതിൽ ഒരാൾ ഇപ്പോൾ കാട്ടിൽ തന്നെ ഉണ്ട്, പുള്ളി വന്നിട്ടില്ല. ബാക്കിയുള്ളൊരു ക്യാമ്പിലുണ്ട് ഇപ്പോൾ. ഹൈസ്കൂളിന്റെ ക്യാമ്പിലുണ്ട്. ബാക്കിയുള്ള ഈ പ്രദേശത്തുള്ള ഈ ആളുകളെല്ലാം തന്നെ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ ഈ വീടുകളിലൊക്കെ ആൾക്കാർ രാത്രി കിടന്നുറങ്ങിയവരാ. ഇതെല്ലാവരും നമ്മൾ വൈകുന്നേരം കണ്ടിട്ട് മുണ്ടക്കൈ ടൗണിൽ നിന്ന് എല്ലാവരും കൂടി ഒന്നിച്ച് വന്ന് ഇവരൊക്കെ ഇവിടെ നിന്നു. നമ്മളെ വീട് അങ്ങോട്ടാണ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയി. ആ മരം നിൽക്കുന്നില്ലേ, ആ മരം മുതലുള്ള വീടുകളിലുള്ള ആൾക്കാർ കംപ്ലീറ്റ് പോയവരാ. ഡാൻ കുര്യനും MG മിഥുനും ചേരുന്നുണ്ട്. ആദ്യം ഡാനിലേക്കാണ്. ഡാൻ, ഇപ്പോഴും നിരവധി 150-ലധികം ആളുകളെ കണ്ടെത്താനുണ്ട്, മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ട്. ഇന്നത്തെ തെരച്ചിൽ എങ്ങനെയാണ് നടക്കുന്നത് ഡാൻ? ഏറ്റവും ദുരന്തത്തിന്റെ 9ാം ദിവസത്തിലും സജീവമായ തെരച്ചിലാണ് സൺറൈസ് വാലിയിലും നേരത്തെ സൂചിപ്പിച്ച പോലെ കാന്തൻപാറ വെള്ളച്ചാട്ടത്തിന് സമീപത്തും സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്തും എല്ലാം ഊർജിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെ പോലെ ആ കാലാവസ്ഥ അത്ര അനുകൂലമാണ് എന്ന് തോന്നുന്നില്ല. ഇന്ന് മേഘാവൃതമാണ് ആകാശം. ഒരുപക്ഷെ ഇപ്പോൾ മഴ ചാറുന്നുണ്ട്. അത് ശക്തമായ മഴയായി മാറാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വ്യോമസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററിൽ നടക്കുന്ന പരിശോധനകൾ എത്ര കണ്ട സമയത്തേക്ക് ഇനി അങ്ങ് ഊർജിതമായി തുടരാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നതിന് മുമ്പ് വരെ സജീവമായി എല്ലാ സ്ഥലങ്ങളിലും എത്തി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായി വ്യോമസേനയുടെ ഹെലികോപ്റ്ററിനുള്ളിൽ പ്രത്യേക വൈദഗ്ധ്യം നേടിയ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, അഗ്നിശമന സേനയുടെ ഉദ്യോഗസ്ഥരുണ്ട്, സൈനിക ഉദ്യോഗസ്ഥരുണ്ട്, NDRF സംഘാംഗങ്ങളുണ്ട്. ഇവരെല്ലാം സംയുക്തമായാണ് ഈ പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത്. ഇന്നലത്തേതിൽ നിന്ന് വ്യത്യസ്തമായി കടാവർ നായ്ക്കളെയും ഈ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ ഈ സംശയമുള്ള സ്ഥലങ്ങളിലേക്ക് സ്പോട്ട് ചെയ്ത് അവിടെ എത്തിച്ചുകൊണ്ടാണ് ഈ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രധാനമായി റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ തെർമൽ ഇമേജിംഗ് നടത്തുന്നതിന്റെ സാധ്യതകൾ വിശദമായി പരിശോധിച്ചുകൊണ്ടാണ് എല്ലാ സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ഊർജിതമായ തെരച്ചിൽ പുരോഗമിക്കുന്നത്. അങ്ങനെ 12 സ്പോട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ ലൊക്കേറ്റ് ചെയ്തിരുന്നു. അത് സെന്റിനൽ റോക്സിന് സമീപത്താണ്. ആ സെന്റിനൽ റോക്സിന് സമീപത്ത് ഈ തെർമൽ ഇമേജിംഗ് നടത്തിയ അതിൽ നിന്ന് ലഭ്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ നിരവധി ഹിറ്റാച്ചികൾ ഒരുമിച്ച് ഒരേ സമയം ഈ സ്പോട്ടുകൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന 12 പോയിന്റുകളിലും ഒരേ സമയം പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലെത്തി. ഇന്ന് രാവിലെ മുതൽ ആ ഭാഗങ്ങളിൽ പ്രത്യേകമായ തെരച്ചിൽ നടക്കുകയാണ്. നമുക്കറിയാം, പുഞ്ചിരിമട്ടത്തിന് മുകളിൽ തൊട്ടാണ് ജനവാസ മേഖല. അവിടെ മുതൽ ഈ അതായത് ഉരുൾ ഒലിച്ചിറങ്ങുന്ന സമയത്ത് ആ സ്ഥലങ്ങളിലെ എല്ലാ വീടുകളിലും ആളുകളുണ്ടായിരുന്നു. റോഡിന്റെ ഒരു വശത്തെ എല്ലാ വീടുകളിലും ആളുകളുണ്ടായിരുന്നു. ഇനിയും 152 പേരെ കണ്ടെത്താനുണ്ടെന്ന് സർക്കാർ ഔദ്യോഗികമായി പറയുമ്പോൾ 180-ലധികം ആളുകളെയാണ് കണ്ടെത്താനുള്ളതെന്ന് നാട്ടുകാരടക്കം പറയുന്നു. സ്വാഭാവികമായി ഈ ഒരു പശ്ചാത്തലത്തിൽ അത്ര പെട്ടെന്ന് തെരച്ചിലങ്ങ് അവസാനിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. ഇനിയും മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ നിന്ന് വീണ്ടെടുക്കുക എന്ന് പറയുന്നത് ഏറെ ദുഷ്കരമായ ശ്രമകരമായ ദൌത്യമാണ്. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയത് ഈ പൊതഞ്ഞ വെള്ളത്തിനുള്ളിൽ 3 ദിവസത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ അങ്ങനെ അങ്ങ് കിടക്കില്ല. കാരണം ശരീരഭാഗങ്ങൾ വേർപെട്ടു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. ആ വലിയ വെല്ലുവിളികൾക്ക് നടുവിലാണ് ഈ മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ. മണ്ണിൽ പൊതഞ്ഞുപോയ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദുഷ്കരമായ ശ്രമം രക്ഷാസേന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പിന്നിൽ ആ കാഴ്ചകളാണുള്ളത്. മിഥുൻ രാവിലെ മുതൽ പുഞ്ചിരിമട്ടത്തും സൂചിപ്പാറയിലും അടക്കം ഈ
അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ അതോടൊപ്പം സൈനിക ഉദ്യോഗസ്ഥരും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുമൊക്കെ പരിശോധനകൾ നടത്തിയ സ്ഥലത്ത് നേരിട്ട് പോയി ആ കാഴ്ചകൾ ഇത് രാവിലെ മുതൽ കണ്ടതാണ്. മിഥുൻ, എന്തൊക്കെയാണ് അവിടെ നിന്ന് ഇന്ന് ഈ തെരച്ചിലിന്റെ 9ാം ദിവസത്തിൽ കാണാൻ കഴിയുന്ന കാഴ്ചകൾ? ഞാൻ തീർച്ചയായും ഇന്ന് രാവിലെ നമ്മൾ പുഞ്ചിരിമട്ടത്ത് പോവുകയും ചെയ്തു. അവിടുത്തെ ഒരു അവസ്ഥ കണ്ടപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അവിടെ ഇപ്പോൾ ഈ പ്രദേശവാസികൾ, അതായത് ആദ്യഘട്ടത്തിൽ 29ാം തീയതി തന്നെ അവിടെ നിന്ന് പലായനം ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശം വാർഡ് കൌൺസിലർമാർ വന്ന് നൽകിയിരുന്നു ഈ പുഞ്ചിരിമട്ടത്തെയുള്ള ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക്. അവർ അതിൽ നിന്ന് ആ ഒരു വാക്ക് ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ നിന്ന് മാറി താമസിച്ചവരുണ്ട്. ഒപ്പം തന്നെ അവിടെ നിന്ന് ഈ മുണ്ടക്കൈ പ്രദേശത്തേക്ക് കൂടി കുറച്ചുകൂടി സുരക്ഷിതമായ സ്ഥലമല്ലേ എന്ന് കരുതി മുണ്ടക്കൈ പ്രദേശത്ത് മാറി താമസിച്ചവരുമുണ്ട്. അത്തരത്തിൽ താമസിച്ചവർക്കാണ് പിന്നീട് ഈ ഉരുൾപൊട്ടി വരുന്നത്. ഏകദേശം ഒരു 1:45 കൂടിയാണ് ഈ ഒരു പൊടുന്നതിനുള്ള ശബ്ദമുണ്ടായി ആദ്യ ഉരുൾപൊട്ടുന്നത്. ആ സമയത്ത് ഇവർ പ്രതീക്ഷിച്ചിരുന്നത് എന്താ, സാധാരണ രീതിയിൽ ഇത്തരത്തിൽ 2020-ലും സമാനമായ രീതിയിൽ ഒരു ഉരുൾപൊട്ടുകയും ഒപ്പം തന്നെ 2 വീടുകൾ ആ സമീപ പ്രദേശത്ത് പുഞ്ചിരിമട്ടത്തെ ആ കോളനിക്ക് താഴെയുള്ള നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിലൊക്കെ കാണിച്ചതുപോലെയുള്ള ആ പ്രദേശത്ത് 2 വീടുകൾ അന്ന് നഷ്ടമാവുകയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും, വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നുള്ള കാര്യം മാത്രമായിരുന്നു ഇവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പിന്നീട് കാര്യങ്ങളെല്ലാം മാറിമറിയുന്നതാണ് കാണാൻ സാധിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ മുണ്ടക്കൈ ഭാഗത്ത് മാറി താമസിച്ചവർ ഉൾപ്പെടെയുള്ളവർ ഒലിച്ചു പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ പ്രദേശവാസികൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഒപ്പം തന്നെ മേപ്പാടി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് മാറി താമസിച്ച ഈ പ്രദേശവാസികൾ ഇപ്പോൾ അവിടേക്ക് വരുന്നുണ്ട്. അവരുടെ വീടുകളും അവിടെ എന്താണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് അവിടുത്തെ ഒരു അവസ്ഥയൊക്കെ കാണുന്നതിന് വേണ്ടി അവിടേക്ക് അവർ വരുന്നുണ്ട്. അവർ വരുമ്പോൾ അവർ ജനിച്ചു വളർന്ന വീടുകളൊന്നും തന്നെ അവിടെ ഇല്ല എന്നുള്ളതാണ്. പൂർണ്ണമായും അത് ഒലിച്ചു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ള അത്രയും വേദനാജനകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിച്ചത്. ഇന്ന് NDRFന്റെ നേതൃത്വത്തിൽ ഒപ്പം തന്നെ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ തെർമൽ സ്കാനിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഒപ്പം തന്നെ മെറ്റൽ ഡിറ്റക്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ സ്കാനിംഗ് പരിപാടികളും ഒപ്പം തന്നെ അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു സിഗ്നൽ ലഭിക്കുകയെങ്കിൽ അവിടെ കൂടുതൽ പാറകഷ്ണങ്ങൾ, ഏറ്റവും വലിയ പാറകൾ, അതായത് 3-4 ആനകൾ എത്രത്തോളം ഉണ്ടോ അത്രയും വലിപ്പമുള്ള പാറകളാണ് വന്ന് അടിഞ്ഞു നിൽക്കുന്നത്. ഒരു കാര്യം ഇതിന് എനിക്ക് തോന്നുന്നത്, നമുക്ക് പിന്നിൽ ആ കാഴ്ചയുണ്ട്. ഇവിടെ നിന്ന് ഈ ദുരന്തമുണ്ടായ സ്ഥലം നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ പോലും അങ്ങനെയൊരു ഈ വെള്ളാർമലയുടെ ഒരു ചെറിയ ഭാഗം അടർന്നിട്ട് ഇങ്ങനെ 2 ഗ്രാമങ്ങൾ അപ്പാടെ ഒലിച്ചു പോയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കങ്ങ് വിശ്വസിക്കാൻ കഴിയില്ല. ആ കാഴ്ച നേരിട്ട് നടന്നുപോയി കണ്ടാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ എന്താണ് ആ ദുരന്തത്തിന്റെ ഭീകരതയെന്ന്. അത് ഞങ്ങൾ ഇന്നലെ സംസാരിച്ച ചിലർ പറഞ്ഞത് ഈ പുഞ്ചിരിമട്ടത്തിന് മുകളിൽ, അതായത് ഈ മനുഷ്യവാസമുള്ള വെള്ളാർമലയ്ക്ക് ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് നിന്നുള്ള ആളുകളടക്കം ഇങ്ങനെ മഴ കനത്ത് പെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ 29ാം തീയതി രാവിലെ മുതൽ മാറി താമസിക്കുന്നു. അവർ സുരക്ഷിത സ്ഥലമെന്ന് കണ്ടെത്തി മാറി താമസിച്ച ചൂരൽമലയിലേക്കും മുണ്ടക്കൈയിലുമാക്കിയത്. അതാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഇത്രയധികം വർദ്ധിപ്പിച്ചത്. എന്നോട് ഇന്നലെ സംസാരിച്ചവർ പറഞ്ഞത് ഇവിടെ തന്നെ, അതായത് പുഞ്ചിരിമട്ടത്തെ തന്നെ റോഡിന്റെ ഒരു വശത്തായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു. കാരണം ആ പ്രദേശത്ത് നമ്മളിന്ന് പങ്കുവച്ചൊരു ചേട്ടനുണ്ടായിരുന്നു, അതായത് പ്രശാന്ത് എന്ന് പറയുന്ന ചേട്ടൻ. അദ്ദേഹം പറഞ്ഞത് ആ സമയത്ത് ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്ത് അവർ ബാക്കിയുള്ളവരെയൊക്കെ രക്ഷിച്ചുകൊണ്ട് ഇതിന് മുകളിൽ ഒരു റിസോർട്ടുണ്ട്, ആ റിസോർട്ടിലേക്ക് പോയി. ആ റിസോർട്ടിൽ പോയ ആ ഉണ്ടായിരുന്ന 25ഓളം പേരും രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് ഈ ദുരന്ത നിവാരണ അതോറിറ്റി സേനാ അംഗങ്ങളെല്ലാം തന്നെ എത്തി പിന്നീട് അവരെ രക്ഷിച്ചു കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ മുണ്ടക്കൈയിലേക്ക് ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയിരുന്ന മുണ്ടക്കൈ, ചുരൽമല അടക്കം ഉള്ള പ്രദേശങ്ങളിലേക്ക് പോയവർക്കാണ് ഇത്രയും ജീവഹാനി ഉണ്ടായത്. അവരിപ്പോൾ എവിടെയാണ് എന്ന് പോലും അറിയത്തില്ല. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ എസ്റ്റേറ്റ് ലയങ്ങളുണ്ട്, നിരവധി റിസോർട്ടുകളുണ്ട്, ഹോം സ്റ്റേകളുണ്ട്. ഇവിടെയൊക്കെ നിരവധി അതിഥി തൊഴിലാളികൾ ജോലി നോക്കിയിരുന്നു. ഇവരെക്കുറിച്ച് ഒരു വിവരവുമില്ല, ഇവരെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ഇവരുടെ മൃതദേഹങ്ങളോ അങ്ങനെയൊന്നും തന്നെ നമുക്ക് ഇതുവരെയും കണ്ടെത്തതായിട്ടുള്ള യാതൊരുവിധ വിവരങ്ങളുമില്ല. ഇതിനിടയിൽ മഴ തുടങ്ങിയിരിക്കുകയാണ്. ടോം, ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മഴ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ വ്യോമസേന നടത്തുന്ന ഏറ്റവും ദുഷ്കരമായ തെരച്ചിൽ ഇനി അങ്ങോട്ട് എങ്ങനെ തുടരാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ ദിവസവും മഴ പെയ്തിരുന്നു, പക്ഷേ ഇന്നലെ മഴ മാറി നിൽക്കുകയായിരുന്നു. ആ ഒരു ആശ്വാസത്തിലായിരുന്നു. ഉൾവനത്തിൽ നമുക്കങ്ങ് അത്ര പെട്ടെന്ന് എത്തപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് വിദഗ്ധ സംഘം ഈ പരിശോധനകൾക്ക് വേണ്ടി പോകുന്ന ഒരു സാഹചര്യം ഇന്നലെ രാവിലെ മുതൽ ഉണ്ടായത്. പക്ഷേ അതിനൊരു ചെറിയ തിരിച്ചടി ആകുന്നു ഇന്ന് ഇപ്പോൾ ഈ പെയ്തു തുടങ്ങിയിരിക്കുന്ന മഴയെന്ന് വേണം പറയാൻ. മേഘാവൃതമാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ശക്തമായ രീതിയിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 1-2 തവണ കൂടി മഴ അതിശക്തമായി പെയ്താൽ ഇപ്പോൾ നടക്കുന്ന ഈ തെരച്ചിൽ, അതായത് 12 സ്പോട്ടുകൾ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഈ തെരച്ചിൽ കുറച്ചുകൂടി ദുഷ്കരമാകുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക, അല്ലെ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ സൂചിപ്പാറ അടക്കമുള്ള മേഖലകളിലാണ്. അവിടേക്കൊന്നും തന്നെ ഈ പറയുന്ന രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തെരച്ചിലൊന്നും തന്നെ ആളുകൾക്ക് അങ്ങോട്ട് പെട്ടെന്ന് എത്തിച്ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളാണ്. അവിടെയാണ് ഈ ഒരു ഹെലികോപ്റ്റർ മാർഗമുള്ള ഒരു സംഘം ഇറങ്ങി പരിശോധിക്കുക എന്നുള്ളത്. അത് അത്തരത്തിൽ അവിടെയൊക്കെ മൃതദേഹങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയത് നേരത്തെ
നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ 18 പേരടങ്ങിയ സംഘം NRFന്റെ മലപ്പുറത്തു നിന്നുള്ള ഒരു വിദഗ്ധ സംഘമുണ്ടായിരുന്നു. അവരവിടെ കുടുങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അവരവിടെ നിന്നൊരു മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തു. ആ സമയത്താണ് അവർക്ക് തിരിച്ച് കയറാനാകാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. പിന്നീട് അവരെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗമൊക്കെ നോക്കുകയും ചെയ്തു. പക്ഷേ ആ മൃതദേഹം എയർലിഫ്റ്റ് ചെയ്യുകയും പിന്നീട് 18 പേരെയും മറ്റൊരു മാർഗത്തിലോടുകൂടി ഈ SOG ടീമിന്റെയും ഒക്കെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെയും ഒക്കെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് അവരെ പിന്നെ തിരികെ രക്ഷിച്ചു കൊണ്ടുവരികയും ചെയ്തു. ആ വരുന്ന വഴിയിൽ കൂടി ഒരു മൃതദേഹം അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തു. കൂടാതെ അവിടെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഈ തോട്ടം മേഖലയാണ്. ഒപ്പം തന്നെ വെള്ളച്ചാട്ടത്തിന്റെ സൈഡുകളിലൊക്കെ മരങ്ങളും ഈ മണ്ണുകളും പാറക്കല്ലുകളും ഒക്കെയായി അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ഈ മൃതദേഹങ്ങൾ ലഭിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായി പരിശോധന നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഇപ്പോഴും ഈ കാര്യത്തിൽ അതായത് ഈ പരിശോധന വ്യാപകമായി പല സ്ഥലങ്ങളിലും തുടരുകയാണെങ്കിലും ഇപ്പോഴും പ്രേക്ഷകർക്ക് സംശയമുള്ളൊരു കാര്യം, അതായത് ഈ വെള്ളാർമലയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് ഈ ഉരുൾ പൊട്ടി വരുമ്പോൾ ആദ്യമുള്ള സ്ഥലം എന്ന് പറയുന്നത് പുഞ്ചിരിമട്ടമാണ്. പുഞ്ചിരിമട്ടം എന്ന സ്ഥലത്തെ തുടച്ചു നീക്കി അതിന്റെ ഭാഗികമായി അത് തുടച്ചു നീക്കപ്പെട്ട് ഉരുൾപൊട്ടി താഴേക്ക് വരുന്നു. ആദ്യം പുലർച്ചെ 1 മണിക്കാണ് ഉരുൾപൊട്ടുന്നത്. അതിന് പിന്നാലെ എല്ലാവരും സുരക്ഷിതമായി എത്തിയതാണ് തൊട്ടു താഴെയുള്ള മുണ്ടക്കൈ മസ്ജിദിന് സമീപത്തേക്കടക്കം രക്ഷ തേടിയെത്തിയ ആളുകളുണ്ടായിരുന്നു. രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈ ഒലിച്ചു പോകുന്നു. മൂന്നാമത് ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ ചൂരൽമല, അത് മുണ്ടക്കൈക്ക് താഴെയാണ്. ആ ചൂരൽമലയുടെ ഒരു ഭാഗം ഓർമ്മയായിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോഴാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് അത് നമുക്ക് ഇവിടെ നിന്നാലേ മനസ്സിലാകുകയുള്ളൂ. അതായത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങളിലൂടെയൊക്കെ കാണുമ്പോൾ ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കില്ല. ഒരു പക്ഷേ നമുക്ക് പോലും തന്നെ, ഞാൻ ഇതിനു മുമ്പ് ഈ സ്ഥലത്ത് വന്നിട്ടില്ലായിരുന്നു. ഇതിനു മുമ്പ് ഈ പ്രദേശം എങ്ങനെയായിരുന്നു എന്ന്, നമുക്ക് ഇവിടെ എത്രത്തോളം വീടുകളുണ്ട് എന്ന് നമ്മൾക്ക് കണ്ടിരുന്നുവെങ്കിൽ മാത്രമേ ഇവിടെ ഇത്രയും അധികം വീടുകളുണ്ടായിട്ട് അതിന്റെ അടിത്തറ അടക്കം ഈ ഒഴുകി പോകുന്ന തരത്തിലേക്ക് പോയി എന്നുള്ള അത്രയും ദുഃഖകരമായിട്ടുള്ള, അത്രയും ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടുന്ന് കാണുന്നത്. ഈ താഴെ, അതായത് ഇന്നലെയൊക്കെ നമ്മൾ ചൂരൽമലയിൽ നിന്നൊക്കെ നിന്നപ്പോൾ സമയത്തൊക്കെ ഇവിടെ വലിയ കൂറ്റൻ പാറകളുണ്ടായിരുന്നു. പക്ഷേ ഇതിന് മുകളിലേക്ക് പോകും തോറും ഏകദേശം 6 കിലോമീറ്റർ ദൂരമുണ്ട് ഈ വെള്ളാർമലയിലേക്ക് പോകാൻ. പുഞ്ചിരിമട്ടത്തേക്കൊക്കെ പോകാൻ 6 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഈ പോകുന്ന വഴികളിലെല്ലാം തന്നെ ഇത്രയും കൂറ്റൻ കാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഒരു 3-4 വീടുകൾ ചേരുന്ന വലിപ്പമുണ്ട് ഓരോ പാറ. അത് ശരീരത്തിൽ പതിച്ചാൽ നമ്മള് ഈ ചമ്മന്തിക്ക് തേങ്ങ അരയ്ക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരമായി പോകും. അതാണ് കാരണം അത്രയും ഈ പലരും ഈ രക്ഷാപ്രവർത്തനം നടത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിലെ അംഗങ്ങളൊക്കെ നമ്മോട് പങ്കുവച്ചൊരു കാര്യമുണ്ട്. ഇവരിൽ പലരെയും പിന്നീട് രക്ഷപ്പെടുത്തുന്ന സമയത്ത് ഇവർ കരഞ്ഞുകൊണ്ടൊക്കെ ഓടി വരുന്നവരെ പലരുടെയും മുഖത്ത് ഉള്ള ഈ പാറ വന്ന് വീണ് ചതഞ്ഞരഞ്ഞ് കൈകളും കാലുകളും ഒക്കെ പോയി കിടക്കുന്ന അവസ്ഥയിലേക്ക് അവരെയൊക്കെ രക്ഷിച്ചു കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അവർ പലരും ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്നുണ്ട്. ഇതേ രീതിയിലായിരുന്നു പലരുടെയും അവസ്ഥയെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വേദന ഉള്ളതായി തോന്നിയത്. നമുക്കറിയാം, ഇവിടേക്ക് കയറി വരുന്ന ബെയിലി പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി എടുത്ത ഒരു സമയമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തെ മുണ്ടക്കൈയും ചൂരൽമലയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന പാലം ഒലിച്ചു പോയി. അവിടെ സൈന്യമെത്തി ബെയിലി പാലം എത്തിക്കുന്നത് വരെ അവിടെ നിന്ന് മുകളിൽ നിന്ന് പുഞ്ചിരിമട്ടത്ത് നിന്ന് പരിക്കേറ്റ് താഴേക്ക് എത്തിക്കാൻ കഴിയാതിരുന്ന നിരവധി ആളുകളുണ്ട്. 3 ദിവസം ആ ചെളിക്കുണ്ടിനിടയിൽ കയ്യും കാലും നഷ്ടപ്പെട്ട് ഈ അതിവേദന സഹിച്ച് പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ അവരവിടെ കിടന്നുവെന്ന് പറയുമ്പോൾ ഇതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യന് ഈ ജീവിതത്തിൽ ഒരു യാതന നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന് സംശയം തോന്നിക്കുന്ന തരത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ മരിച്ചു ജീവിക്കുന്ന അവരായിരിക്കും ഈ ദുരന്തത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ താൽക്കാലിക പാലം ബെയിലി പാലം തയ്യാറാക്കുന്നതിന് മുമ്പ് താൽക്കാലിക പാലം തയ്യാറാക്കിയിരുന്നു. അതിനും കുറേയധികം സമയം എടുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ഇവിടെ എത്തി അവർ സിപ്പ് ലൈൻ തയ്യാറാക്കിയിരുന്നു. റോപ്പ് കെട്ടി സിപ്പ് ലൈൻ തയ്യാറാക്കി അതിനു മുമ്പേ ലാഡർ ഉപയോഗിച്ചുകൊണ്ട് മറുകരയിലേക്ക് കടക്കാനുള്ളൊരു ബുദ്ധി അവർക്ക് അപ്പോൾ തോന്നി. ആ സമയത്ത് അത് കൃത്യമായി തന്നെ ചെയ്തു. അപ്പുറത്ത് പോയി ആ ഒരു റോപ്പ് കെട്ടി. ആ സമയത്തൊക്കെയാണ് ഒരു കൊച്ചുകുട്ടിയെ, അതായത് 3 മാസം മാത്രം പ്രായമുള്ള ഒരു കൊച്ചുകുട്ടിയൊക്കെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരിങ്ങനെ മാറോട് ചേർത്തുകൊണ്ട് അവർ ഇപ്പുറത്തേക്ക് മറുകരയിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ത്യൻ സൈന്യം, നമ്മുടെ രാജ്യത്തിന്റെ തന്നെ അഭിമാനമായ സൈന്യം, അവർ കൂടി ഇവിടെ എത്തിയത് കൊണ്ട് മാത്രമാണ് ഈ രക്ഷാദൌത്യം ഇത്ര കണ്ട് ശ്രമകരമായ ദൌത്യം ഇത്രയും വിജയകരമായി ഒരു പരിധിവരെയെങ്കിലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോഴും ഈ ദുരന്തമുഖത്തു നിന്ന് 1500-ലധികം ആളുകളെ
ജീവനോടെ രക്ഷപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത്, ജീവൻ പണയപ്പെടുത്തി ആ ദൌത്യത്തിന് നേതൃത്വം നൽകിയ നമ്മുടെ അഗ്നിശമന സേനയിലെ യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ. അവർ ജീവൻ പണയപ്പെടുത്തി തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ആ ദൌത്യത്തിന്റെ ഭാഗമായി തീർന്നത്. അവരെ നമ്മൾ ഈ ഘട്ടത്തിൽ കൃത്യമായി തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ കൽപ്പറ്റ മേപ്പാടി പോലീസ് സ്റ്റേഷനിൽ അതിനൊപ്പം പറയേണ്ട മറ്റൊരു കാര്യവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൃത്യമായി ആദ്യം അവരാണ് ഇവിടേക്ക് എത്തിയത്. ആദ്യം എത്തി അവരുടെ വാഹനത്തിലാണ്, അവരുടെ ജീപ്പിലാണ് പല ആളുകളെയും, നൂറുകണക്കിന് ആളുകളെ ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തു. അതായത് ചൂരമലയുടെ മറു സൈഡുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്തു. കാരണം ഇത്രയധികം കുത്തിയൊലിച്ച് വെള്ളം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴയ്ക്കൊരു ചെറിയ രീതിയിൽ ശമനം വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു പ്രതികൂല കാലാവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. ഈ ഒരു ഹെലികോപ്റ്റർ അടക്കമുള്ള ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു പരിശോധന ഇപ്പോഴും തുടരുകയാണ്. എത്രത്തോളം അത് കണ്ട് ഇന്നിന് തുടർന്നു പോകാനാകുമെന്ന് നമുക്ക് സംശയമുണ്ട്. നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവർ കൃത്യമായി തന്നെ അവരുടെ ഇടപെടൽ ഉണ്ടായിരുന്നു. കൽപ്പറ്റ യൂണിറ്റിൽ നിന്നുള്ള ആ സംഘമെത്തി അവരെ കൃത്യമായി തന്നെ ഇവിടേക്ക് എത്തിക്കുക. അതായത് രക്ഷപ്പെട്ടിട്ടുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ മുകളിലേക്ക്, ആ പുഞ്ചിരിമറ്റത്തുള്ള റിസോർട്ടുകളിലേക്കും ഒക്കെ മാറി താമസിച്ച, ഓടി രക്ഷപ്പെട്ട, ഈ ദുരന്തമുണ്ടാകുന്ന സമയത്ത് ഈ വെള്ളവും മണ്ണും പാറയും എല്ലാം കുത്തിയൊലിച്ചു വരുന്ന ആ ഒരു നേരത്ത് ഇവർ ഓടി രക്ഷപ്പെട്ട് റിസോർട്ടുകളിലേക്ക് മാറിയ നിരവധി പേരുണ്ട്. അവരെയൊക്കെ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിത്വങ്ങളിൽ ഒന്ന് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ഞങ്ങൾ ഇന്നലെ ഈ സെന്റിനൽ റോക്സിന് സമീപത്ത് ഈ പരിശോധന തെരച്ചിൽ വ്യാപകമായി നടക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ രണ്ടുപേരും, ഞാനും മിഥുനും നിൽക്കുന്നത്. ഇവിടെ നിന്ന് കുറച്ചുകൂടി മുകളിലേക്ക് പോകുമ്പോഴാണ് മുണ്ടക്കൈ UP സ്കൂൾ, ഗവൺമെന്റ് UP സ്കൂൾ. ഞങ്ങൾ ഇന്നലെ വളരെ അവശരായി ആ സ്കൂളിന് സമീപത്തേക്ക് എത്തുമ്പോൾ അതിനേക്കാൾ അവശതയിൽ ജീവനുണ്ടോ എന്ന് നമുക്ക് തൊട്ടു നോക്കേണ്ടി വരും. അങ്ങനെയൊരു അവസ്ഥയിൽ ഒരു കുഞ്ഞ് നായ്ക്കുട്ടിയുമായി 3-4 ഉദ്യോഗസ്ഥർ ഓടി വരികയാണ്. അവർ പെട്ടെന്നൊരു വാഹനത്തിലേക്ക് ഈ നായ്ക്കുട്ടിയെ കയറ്റി എന്താണ് വിവരമെന്ന് ചോദിച്ചപ്പോൾ 8 ദിവസത്തിന് ശേഷം തകർന്നടിഞ്ഞ ഒരു വീടിനകത്ത് നിന്ന് ആകുന്ന ശക്തിയിൽ പരമാവധി ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നായ്ക്കുട്ടിയെ അവരവിടുത്തെ സാഹസികമായി രക്ഷപ്പെടുത്തി പുറത്തേക്ക് എത്തിച്ച് അതിനെ അവർ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് ആ നായ്ക്കുട്ടിയുടെ ഉടമ അവർ നമ്മുടെ ചാനൽ ഓഫീസിൽ വിളിച്ച് അത് തങ്ങളുടെ നായ്ക്കുട്ടിയാണ്, എങ്ങനെയെങ്കിലും തിരിച്ചു തരണം, വാർത്തയിലൂടെയാണ് അത് ജീവനോടെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചെറിയ പ്രതീക്ഷയുടെ വാർത്തകൾ ഈ 8 ദിനം പിന്നിടുമ്പോഴും അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അതായത് ഈ രക്ഷാദൌത്യവുമായി മുമ്പോട്ട് പോകുന്ന ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും എത്തപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങൾ ഇനിയുമുണ്ട്. അവിടേക്ക് മനുഷ്യസാധ്യമായി എത്തപ്പെടാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ തന്നെയാണ് ഹെലികോപ്റ്ററിൽ എയർ ലിഫ്റ്റിംഗ് നടത്തി വീണ്ടും പരിശോധന നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക്. അതായത് വളരെ നേരെയുള്ള ഒരു റോഡ് അത് പെട്ടെന്ന് ഒരു വെള്ളച്ചാട്ടത്തിന് സമാനമായി കുത്തി താഴേക്കിരുന്നു പോയാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയില്ല അവിടെ നേരെ ഒരു റോഡ് ഉണ്ടായിരുന്നെന്ന്. അതാണ് പുഞ്ചിരിമട്ടത്ത് നിന്ന് മുണ്ടക്കൈയിലേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം കുഴമ്പ് രൂപത്തിലുള്ള ഈ മണ്ണ് നമ്മൾ കാലൊന്ന് എടുത്തു വെച്ചാൽ പുതഞ്ഞ് മുട്ടോളം താഴേക്ക് പതിക്കും. അത്രയും താഴ്ചയുള്ള ഈ മണ്ണിനകത്താണ് 9 ദിവസമായി ഇടവേളകളില്ലാതെ രാവും പകലും വന്ന് ഈ രക്ഷാദൌത്യവുമായി അതിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ കേരള പോലീസിന്റെയും അഗ്നിശമന സേനയുടെയും സൈനിക സംഘത്തിനോട് ഒപ്പം ചേർന്നുകൊണ്ട് ഈ ദൌത്യത്തിന്റെ ഭാഗമാകുന്നത്. എന്തായാലും ഈ മൃതദേഹങ്ങൾ മണ്ണിൽ പുതഞ്ഞുവെന്ന് കരുതപ്പെടുന്ന ഈ 150-ലേറെ മൃതദേഹങ്ങൾ ഇതിനി കണ്ടെത്താനുള്ള സാധ്യത എത്രത്തോളമാണെന്നാണ് ഇന്ന് ഈ ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഇന്ന് വൈകിട്ട് മന്ത്രിതല ഉപസമിതിയുടെ ചർച്ച ഉണ്ട്. ഒപ്പം തന്നെ ഈ സൈനിക മേധാവികളുടെയും ഒപ്പം തന്നെ മറ്റുദ്യോഗസ്ഥരുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു കൂടിയാലോചന ഉണ്ട്. ഇന്ന് ആ യോഗത്തിന് ശേഷം കൃത്യമായി നാളെ മുതൽ ഏത് തരത്തിലാണ് ഈ പരിശോധന നടത്തേണ്ടത്, ഏത് തരത്തിൽ എവിടെയൊക്കെയാണ് ഇനി പരിശോധിക്കേണ്ടത്. കാരണം എനിക്ക് തോന്നുന്നു 90% ഓരോ പ്രദേശങ്ങളിൽ ഇപ്പോൾ ഈ പറയുന്ന പുച്ചിരിപ്പറ്റത്തായ പോലും 90% പരിശോധിച്ച് കഴിഞ്ഞു. പക്ഷേ അവിടെയൊക്കെ 40 അടിയോളം താഴ്ചയിൽ ഇങ്ങനെ മണ്ണ് ഒപ്പം തന്നെ പാറയൊക്കെ ഇങ്ങനെ കൂടിക്കിടക്കുകയാണ്. അവിടേക്ക് ഈ മണ്ണ് മാറ്റി നോക്കുന്നതിന് ചില പരിമിതികളുണ്ട്. അതിന് വലിയ വെല്ലുവിളിയാണ്. കാരണം കൂടാതെ തന്നെ അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു, വലിയ ശക്തമായ മഴയുണ്ടായിരുന്നു, അവിടെ വീണ്ടും ചെളിക്കുണ്ടാകുന്നു, പല ഉദ്യോഗസ്ഥരും താന്നു പോവുകയാണ്. മുട്ടറ്റം മാത്രമല്ല ഈ ഹിപ്പ് ഭാഗം വരെ താന്നു പോകുന്ന ഉദ്യോഗസ്ഥരെ നമ്മൾ കണ്ടു. കാരണം പലയിടത്തും കിണറുകളുണ്ട്. കാരണം ഈ വീടുകളല്ലേ, ആ നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വീടുകളായിരുന്നു. ഞങ്ങൾ ഇന്ന് പോയ സമയത്തൊക്കെ അവർ പറഞ്ഞത് ഇന്ന സ്ഥലത്ത് ഇന്ന ആളുടെ വീടാണ്,
അവിടെ താമസിച്ചിരുന്ന വീടാണ്. നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, കാരണം അങ്ങനെ ഒരു വീടുണ്ട് എന്ന് പോലും. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ടോം പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ചാലിയാർ നിന്ന് ഇന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തിട്ടുണ്ട്. ശരീരഭാഗമാണ് കണ്ടെടുത്തിട്ടുള്ളത്. അത് ആരുടേതാണ് എന്ന് വ്യക്തമായിട്ടില്ല. തിരിച്ചറിയാനാകാത്ത ഒരു മൃതദേഹം കൂടി ഇന്ന് കണ്ടെടുത്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരം കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നു. എന്തായാലും ടോം, ഈ തെരച്ചിൽ 9ാം ദിനത്തിലും ഊർജിതമായി പുരോഗമിക്കുമ്പോൾ മണ്ണിലടിഞ്ഞു പോയ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഏത് വിധേനയും കണ്ടെത്തി അവരോട് മാന്യമായ ഒരു ശവമടക്ക് അവർക്ക് നൽകണമെന്ന പ്രതീക്ഷയിലാണ് ഈ നാട്ടുകാർ രക്ഷാസേനയ്ക്കൊപ്പം ചേർന്ന് ഇപ്പോഴും 9ാം ദിനത്തിലും ഈ തിരച്ചിലിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നത്. നൊമ്പരപ്പെടുത്തുന്ന ഉള്ളുലയുന്ന വാർത്തകളാണ് ഓരോ ദിവസവും ഈ മുണ്ടക്കൈ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്നും പുറത്തു വരുന്നത്. എന്തായാലും ഡാൻ കുര്യനും മിഥുനും ഇതുമായി ബന്ധപ്പെട്ട തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. 150-ലധികം മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട്. അതിനുവേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. മന്ത്രിതല ഉപസമിതി ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഇനി തുടർ പരിശോധന നടത്തും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും ഇനി തുടർ നടപടികൾ ഉണ്ടാവുക. MSM കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികളുടെ പരാതിയിൽ നടപടിയെടുക്കാത്ത കായംകുളം പോലീസിനെതിരെ ഗുരുതര ആരോപണം. ആ വാർത്ത വിശദമായി പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം.